നമസ്കാരം. സാന്നിധ്യത്തിലേക്ക് ജയ്ഹിന്ദിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സാന്നിധ്യത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം. സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം അർജുൻ ആർ ശങ്കറിനെ സാന്നിധ്യത്തിലേക്ക്. സ്വാഗതം അർജുൻ. വളരെയേറെ സന്തോഷത്തോടെ, കാര്യം ഏത് മേഖലയിലുള്ള വ്യക്തിയാണെന്ന് പറയാൻ ശരിക്കും ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു. എഴുത്തുകാരനാണെന്ന് പരിചയപ്പെടുത്തണോ, അതോ IAS ഫാക്ടറിൻ്റെ സാരഥി, ഫൗണ്ടർ, ഡയറക്ടർ, CEO എന്ന് പരിചയപ്പെടുത്തണോ, അതോ ട്രാവലർ എന്ന് പരിചയപ്പെടുത്തണോ, ഗായകൻ എന്ന് പരിചയപ്പെടുത്തണോ? ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതെ അതെ, എന്തു തന്നെ ആയാലും ഇതെല്ലാം ചേർന്ന അർജുനെ എല്ലാ പ്രേക്ഷകർക്കും പരിചിതമായിരിക്കുമെന്ന് നമുക്കറിയാം. എന്നാലും തുടക്കത്തിൽ എങ്ങനെ അറിയപ്പെടാനാണ്, എന്താണ് അർജുൻ്റെ താല്പര്യം? ഓരോ സീസൺ പോലെയാണ്. കാരണം പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 years ആയിട്ട് സിവിൽ സർവീസസിന് പഠിപ്പിക്കുകയാണ്. അതായത് UPSC ആസ്പിരൻസിന്. അവർക്ക് അവരുടെ IAS IPSലേക്കൊക്കെ വലിയ ആംബിഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ കോർ ടു ദ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ മെയിൻ പ്രൊഫഷൻ. പിന്നെ മാം പറഞ്ഞ പോലെ മറ്റേതെല്ലാം ആഡ് ഓൺസ് ആണ്, ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, പാഷനാണ്. അത് ചേസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ മ്യൂസിക്, യാത്രകളൊക്കെ പറയുന്നത്, റൈറ്റിംഗ്, ഒബ്വിയസ്ലി എൻ്റെ എഴുത്ത് കാര്യങ്ങളെല്ലാം, കോളംനിസ്റ്റ് ആണ്. അതേപോലെ അപ്പം ഇതൊക്കെ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ കുറച്ചു കാലം ചെയ്തു കഴിയുമ്പോൾ ഞാൻ എവിടെയോ ടീച്ചർ എന്ന് ഞാൻ മിസ് ചെയ്യുന്നേ. അപ്പോൾ ബേസിക്കലി അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അത് തന്നെയാണ് മെന്റർ ആവാന്നുള്ളതൊരു. തീർച്ചയായും കേരളത്തിലാണ് ഇപ്പോൾ തട്ടകമെങ്കിലും ഡൽഹി അങ്ങോട്ടായിരുന്നു ചെറുതിലെ തൊട്ട് പഠിച്ചത്. അച്ഛൻ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ചെറുതിലെ തൊട്ട് അവിടെയായിരുന്നു. ഒറ്റപ്പാലംകാരനാണ് അമ്മ. അച്ഛനാണ് തിരുവനന്തപുരം. അപ്പൊ ശരിക്കും രണ്ട് സ്ഥലത്തും നിന്നത് കുറവാണ്. പുറത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടില് ഇപ്പൊ ഇവിടെയാണ് ട്രിവാൻഡ്രത്താണ്. പുറത്തായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ അച്ഛൻ ബാങ്കിലായതുകൊണ്ട് every 3 years ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഇങ്ങനെ ഷട്ടിൽ ചെയ്ത് എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. ഒത്തിരി സ്കൂളുകൾ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി കൾച്ചറിലും ആ ഒരു എക്സ്പോഷർ ചെറുതിലേ ഉള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് പിന്നീട് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് നല്ലൊരു എക്സ്പോഷർ. പക്ഷെ വളരെ ശുദ്ധമായ മലയാളം എങ്ങനെയാണ് അത്? ആദ്യം പണ്ട് അവിടെ നമുക്ക് എന്തായാലും മലയാളം സിലബസിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കേന്ദ്ര വിദ്യാലയമായിരുന്നു ചെയ്തതൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി മലയാളം എഴുതാനോ വായിക്കാനോ നമുക്കവിടെ സിലബസിൽ ഇല്ല. പിന്നീട് പഠിച്ചെടുത്തതാണ്. അക്ഷരലിപികളൊക്കെ തന്നെ എഴുതാൻ ഇപ്പോഴും പ്രശ്നമാണ്, നാണക്കേടാണ് പറയുന്നത്. പക്ഷെ കൂടുതലും ഹിന്ദിയിൽ എഴുതിയതുകൊണ്ട് ഇപ്പൊ തുടക്കത്തിൽ ഹിന്ദിയാണ് കുറച്ചുകൂടെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്. ചെറുതിലായിരുന്നപ്പോൾ നമ്മൾ വീട്ടിൽ മാത്രമല്ലേ മലയാളം പറയുന്നുള്ളൂ. ചിട്ടയായിട്ട് തന്നെ സംഗീത പഠനമൊക്കെ ഉണ്ടായിരുന്നോ? തുടക്കകാലത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര ചെറുപ്പത്തിലെ അങ്ങനെ മ്യൂസീഷ്യനൊന്നും അല്ല, വളരെ പതുക്കെ പിന്നീട് മ്യൂസീഷ്യനായി മാറിയതാണ്. ഞാനങ്ങ് തുറന്നങ്ങ് ചോദിക്കുകയാണ്. കാര്യം കുഞ്ഞുനാളിൽ തന്നെ കുട്ടികളോടൊക്കെ ചോദിക്കും, മോന് അല്ലെങ്കിൽ മോൾക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പറയും. അവരവരുടെ കഴിവിന് അല്ലെങ്കിൽ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു. അർജുൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ സത്യം പറഞ്ഞ ഒന്നും പറഞ്ഞില്ല. എന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വിട്ടുകൊടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ സ്ലോ പേസിൽ വന്നൊരാളാണ്. അപ്പോൾ വളരെ ആവറേജായി. പിന്നെ പതുക്കെയാണ് ഒരു അക്കാഡമിക്സ് ആണെങ്കിലും ഒക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. സ്കൂൾ കോളേജ് തലങ്ങളിലെല്ലാം ഈ പാട്ട് അതിലൂടെ അത് അന്നൊന്നും പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പാടുമായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ പുതിയ സിംഗിൾസ് ഇറങ്ങിയ സമയത്ത് എനിക്കിപ്പോഴും ഒരു മെസ്സേജ് വന്ന ഓർമ്മയുണ്ട്, ഇസ് ദിസ് ദി ഓൾഡ് അർജുന ശങ്കർ ദാറ്റ് ഐ നോ എന്നില്ല. സഹപാഠികൾക്കൊക്കെ അത്ഭുതമായിരിക്കും ഇങ്ങനെ പല കാലത്ത്. അത് വന്ന് എനിക്ക് അങ്ങനെ പാടാൻ തുടങ്ങിയ ഒരു സമയത്ത് പഠിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ അവർക്ക് മുന്നേ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ അക്കാഡമിക്കലിയും വലിയ ധാരണകളൊന്നുമില്ല. ഏവരെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്പോൾ ഇപ്പോഴത്തെ അതൊരു സ്ലോ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, വേറൊരു സ്റ്റുഡൻറ്റ്, ആള് ഒന്ന് വലിയ സയന്റിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ആള് എൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഡെക്കൻ ക്രോണിക്കിളിന്റെ റിലീസ് ചെയ്ത സമയത്തൊക്കെ is this the same Arjun you used to study with me എന്നില്ല. അപ്പോൾ ആൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, അത്ര അങ്ങനെ ഭയങ്കര അങ്ങനെയല്ല, ഇൻട്രോവേർട്ടഡ് അല്ല, പക്ഷെ അത്രയും ബ്രൈറ്റ് ആയിരുന്നില്ല. പക്ഷെ എല്ലാം കറങ്ങി, ഇതെല്ലാം എന്നോടൊപ്പം ഉണ്ട്. നമ്മളുടെ 10 കരങ്ങളെന്ന് പറയുന്നത് പോലെ എല്ലാം ഉണ്ട്. പക്ഷെ ഇതാണ് തൻ്റെ തട്ടകമെന്ന് ചൂസ് ചെയ്യുന്നത് ഏത് സമയത്താണ്? സ്ലോലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അധ്യാപകനാണെന്ന് പറഞ്ഞു, ഇപ്പോൾ സിവിൽ സർവീസിന് പഠിപ്പിക്കുന്ന ആളെന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കാറുണ്ട്. 2 ചോദ്യങ്ങളാണ്. IAS എന്നോട് പല ചോദിക്കുന്നത് റിസൈൻ ചെയ്തതാണോ, കിട്ടിയിട്ട് ചോദിച്ച പോലെ. എന്നോട് ആദ്യം ചോദിച്ചത് എനിക്ക് ആക്ച്വലി കിട്ടിയില്ല. അതാണ് ഏറ്റവും, അതായത് അന്ന് ഞാൻ 2007-8 ആ സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്ത്
എഴുതിയിരുന്നു, എക്സാം നല്ലവണ്ണം എഴുതി, പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു വേദന അല്ലെങ്കിൽ ഒരു പരാജയമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ഞാൻ അതിനെ ഒരു പോസിറ്റീവായിട്ട് കണ്ടെത്തി. ഞാൻ അപ്പോഴേ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, പഠിപ്പിക്കുന്നവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അപ്പോഴും ഞാനൊരു ടീച്ചർ ആകണമെന്ന് ഞാൻ വിചാരിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായി, പഠിപ്പിക്കുന്നവർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ചാൻസും കഴിഞ്ഞു പോയി. അത് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ മികച്ച സംവിധായകരും ചിലപ്പോൾ നല്ല അഭിനേതാവായിരിക്കില്ല, അല്ലേ? അതുപോലെ ചിലപ്പോൾ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ചിലപ്പോൾ അവർ നന്നായി പാടുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് അറിയാം പഠിപ്പിച്ചു. ഞാൻ എൻ്റെ ആ സമയത്ത് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഈ പരീക്ഷ ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് 2007-8 സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നൊക്കെ സിലബസ് ഒക്കെ വേറെ പോലെയായിരുന്നു, അറ്റംപ്റ്റ്സിന്റെ എണ്ണം ഇതേപോലെ അല്ല, സിലബസേ വേറെ പോലെയാണ് പഠിച്ചിരുന്നത്. പിന്നെ എവിടെയോ ഇന്ന് നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി പറയല്ലേ, ഇന്ന് 18 വർഷങ്ങൾ മുന്നേ ഞാൻ തന്നെ എന്നെ പോയി പഠിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു. കാരണം അന്ന് മെന്ററിങ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു, അതായത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പഠിക്കി, എന്തെങ്കിലുമൊക്കെ ഒന്നുകൂടെ ഒക്കെ ശരിയാക്കുക. അപ്പോൾ എന്ത് ശരിയാക്കണം, എന്ത് പഠിക്കണം എന്നൊന്നും അവയർനെസ് ഇല്ല. എനിക്ക് തോന്നുന്നു അന്ന് ടീച്ചിങ് എന്ന കാലഘട്ടത്തിലാണ് എല്ലാത്തിനും ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, കാലഘട്ടം. നമ്മൾ പഴയ പടത്തില്ലേ ന്യൂ പീരീഡ് എന്നൊക്കെ പല കാലഘട്ടങ്ങളൊക്കെ സബ്ജക്റ്റിൽ പഠിക്കുന്ന പോലെ അന്നത്തെ കാലഘട്ടത്തിൽ പഠനം എന്ന് പറഞ്ഞാൽ കൂടുതലും ബുക്കിഷായിട്ട് പഠിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരാളോ അങ്ങനത്തെ ആക്സസ് ഒന്നും ഇല്ലായിരുന്നു. അർജുൻ, അത് മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ് ശരിക്കും എന്താണെന്ന് അറിയുവാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. അന്നില്ല ഇല്ലെന്നല്ല, ഇവിടെ അത്ര പോപ്പുലർ അല്ലായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ഞങ്ങളുടെ അടുത്ത് 4 അറ്റംപ്റ്റ് 5 അറ്റംപ്റ്റ് ഒക്കെ ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. കാരണം IAS പഠിക്കുമ്പോൾ ഒരു അറ്റംപ്റ്റ് പോയാൽ 1.5 വർഷത്തോളം പോയി. ഈ 4 അറ്റംപ്റ്റ് 5 അറ്റംപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ വിഷമം മനസ്സിലാവും. അതിനൊക്കെ കുറച്ചും കൂടി ആഴത്തിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഡെഫിനറ്റ്ലി അതൊരു സോഷ്യോ ഒരു ഇമ്പാക്റ്റും കൂടാണ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടാണ്. തീർച്ചയായിട്ടും. കാര്യം ഇപ്പോഴത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ തന്നെ വളരെയധികം പഠിത്തത്തിൽ എക്സൽ ചെയ്യുന്ന, അതായത് പാഠ്യവിഷയങ്ങളിൽ എക്സൽ ചെയ്യുന്ന കുട്ടികളെല്ലാം UPSC IAS എടുക്കണം, IAS അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇതര ഉള്ള ഗ്രേഡ് അതൊന്നും നോക്കില്ല, IAS എടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 8ാം ക്ലാസ് തൊട്ട് തന്നെ കൊണ്ട് ഇത്തരം ലേണിംഗ് സെന്റേഴ്സിൽ കൊണ്ട് ചേർക്കുന്നത്. അതിന് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, എവിടെയോ IAS IPS എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്രില്യൻസ് ആണ് കാണുന്നത്. ബ്രില്യൻസ് ഇസ് ഈക്വൽ ടു IPS IAS എന്നാണ്. തെറ്റാണ് ആക്ച്വലി. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല റാങ്ക് ഹോൾഡേഴ്സും പേരുകൾ എടുത്ത് പറയുന്നില്ല, ഒത്തിരി ആൾക്കാരെ ഇവരെല്ലാവരും IAS IPS ആവണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും ആവറേജ് ആയിട്ട് വരുന്ന ആൾക്കാർ ഭയങ്കര നന്നായി പെർഫോം ചെയ്യുന്നൊരു പരീക്ഷ. അതിൻ്റെ അർത്ഥം നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഞാൻ നന്നായി പഠിക്കുന്ന ആൾ, എനിക്ക് ചാൻസ് ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര നന്നായി പെർഫോം ചെയ്യുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ ഇത് ടീച്ചേഴ്സിനും പേരൻസിനും കൂടെ ഒരു സംഭവമാണ്. അതായത് ചെറുപ്പകാലത്തിൽ ബ്രില്യൻ്റ് ആണെന്ന് പറയുമ്പോൾ അന്ന് അവനെ IAS ആക്കാം, അവൻ പഠിക്കൂല, അന്ന് ഇവനൊന്നും അതുവഴി പോയിട്ടേ കാര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇത് ബ്രില്യൻസിൻ്റെ എക്സാം അല്ല. അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് ആൻ എക്സാം ഓഫ് ബ്രില്യൻസ്. പിന്നെ എന്താണ് ഇത് ശരിക്കും ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇനിയിപ്പോൾ സിലബസ് ഒക്കെ മാറി. ഇപ്പോൾ ഞാൻ ആക്ച്വലി സീനിയർ ഓഫീസേഴ്സ്, റിട്ടയർഡ് ആയിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾ ഇപ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കും, ഇപ്പം എങ്ങനെയാണ് അർജുൻ സിലബസ്? കാരണം അവരൊക്കെ 70 80 IPS IAS ആയവരാണ്. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് എന്നൊക്കെ അവർ ക്യൂരിയസോടെ ചോദിക്കുമ്പോൾ എവിടെയോ ബുക്കിഷ് ആയിട്ടുള്ള നോളജ് അല്ല ഇത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ്, ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ കരിക്കുലത്തിലില്ല. ഇപ്പം മാം സ്കൂളിൽ പോയി മാമിൻ്റെ മോൾ ആരെങ്കിലും പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട്, അതായത് നിങ്ങളുടെ അടുത്ത് സ്കൂളിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഐസക് ന്യൂട്ടനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഗ്രാവിറ്റേഷനെ കുറിച്ച് എന്താണ്? തിയറിയാണ്, അത് പഠിക്കുക, എഴുതുക, മാർക്ക് വാങ്ങുക. അപ്പോൾ ഒരു ഒപ്പീനിയൻ, ഇതെന്താണ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ സ്കൂളുകളിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല, കോളേജുകളിലും ടെസ്റ്റ് ചെയ്യുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. സോ ആ ഒരു ഫാക്കൽറ്റി ഇല്ല നമുക്ക്. അതങ്ങനെ ഒരു ദിവസം കൊണ്ട് രാവിലെ കീ എടുത്ത തുടക്കമൊന്നുമില്ല ഇവിടെ. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇവിടെ പരീക്ഷയിൽ പല ഘട്ടത്തിലും ഇന്റർവ്യൂവിനും എഴുത്തിനൊക്കെ പരീക്ഷയുടെ താഴെ ചോദിക്കാറുണ്ട്, ഡു യു തിങ്ക്, വാട്ട് ഡു യു തിങ്ക്, ഗിവ് യുവർ ഒപ്പീനിയൻ. അപ്പോൾ നമുക്കതില്ല, കാരണം നമ്മൾ അങ്ങനെ പഠിച്ച് ശീലിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ഉള്ള സംഭവങ്ങൾ കാണാതെ പഠിക്കാനും അത് എഴുതി മാർക്ക് സ്കോർ ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ബ്രൈറ്റ് സ്റ്റുഡൻറ് എന്നുള്ള ഒരു ലേബലിലേക്ക്. ഞങ്ങൾ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റൻ എല്ലാ കുട്ടികളുടെ അടുത്തും സ്കൂളിലുള്ള കുട്ടികളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആൾക്കാർ വേസ്റ്റ് റോട്ടിലിടുന്നത്? അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല.
അപ്പോൾ പറയുന്നത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇടുന്നു. അപ്പോൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ആൻഡ് എന്തുകൊണ്ടാണ് അത് മാറ്റർ ചെയ്യുന്നതെന്നൊക്കെ ചെറുപ്പത്തിലെ അപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സബ്ജക്ട്സ് ഒക്കെ എപ്പോൾ വേണോ പഠിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം, കാഴ്ചപ്പാട്. കുറെ പഠിക്കാനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ എപ്പോൾ വേണോ പഠിക്കാം. അപ്പോൾ ഡു യു തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ഏജ് ടു സ്റ്റാർട്ട് വിത്ത് ട്രെയിനിങ് എന്നുള്ളതിന് ഒരു എനിക്ക് ഒത്തിരി ചെറിയ പ്രായത്തിൽ ഇപ്പൊ ചോദിക്കാറുണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കും. അത് എനിക്ക് തോന്നുന്നു ആ ചെറിയ പ്രായത്തിലൊക്കെ അവർ കളിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ റൈറ്റ് ഏജ് ആണ്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ 6ലും 7ലും പഠിക്കുന്ന കുട്ടികളും വളരെ താല്പര്യത്തിൽ വരുന്നുണ്ട്. പുതിയ തലമുറ ജനറേഷൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. പേരൻസിന്റെ ആ ഒരു കാഴ്ചപ്പാടും ഒക്കെ അതും മാറിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്, അത് എൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും ഒരു ആസ്പിരന്റ് ആയിരുന്നു. ഒരു അന്ന് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അച്ഛൻ സ്വയം സിവിൽ സർവീസ് ഒക്കെ എഴുതിയ ഒരാളും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പ്രിപ്പറേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ തന്നെ ബേസ് കൃത്യമായി 15 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദുവും ഫ്രണ്ട് ലൈൻ മാഗസിനൊക്കെ എടുത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പോൾ എനിക്ക് എവിടെയോ തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം എക്സ്പോഷർ റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡൽഹിയോ അല്ലെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ മിക്കവാറും സിവിൽ സർവീസ് ഓഫീസേഴ്സിന്റെ മക്കളെല്ലാം സിവിൽ സർവീസ് ഓഫീസേഴ്സ് തന്നെയാണ്. ആർമിക്കാരുടെ മക്കളൊക്കെ ആർമിക്കാരാ. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവ് ചെറുതിലേ കിട്ടും, എന്ത് ചെയ്യണ്ട എന്ത് ചെയ്യരുത് എന്നൊക്കെ നല്ലൊരു ആ ഒരു എക്സ്പോഷറിൽ വളരുമ്പോൾ ഇവർക്ക് വളരെ ഈസിയാ. നമ്മളിവിടെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് അങ്ങനെ ലുക്കപ്പ് ചെയ്യാൻ ആരും ഇല്ല ഇവിടെ. ഓഫീസേഴ്സിന്റെ എണ്ണവും കുറവാണ്. മറ്റത് അങ്ങനെയല്ല, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഒരു ആർമിക്കാരനുണ്ടാവും, അപ്പുറത്തെ വീട്ടിലൊരു ഓഫീസർ ഉണ്ടാവും, ആൾ സെക്രട്ടറി ആയിരിക്കും. അപ്പോൾ യു ഹാവ് പീപ്പിൾ ടു ലുക്ക് അപ്പ്. ഇപ്പൊ അത് മാറുന്നുണ്ട്, ഇപ്പൊ ആൾക്കാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അത് ഏറെയും ഹാർഡ് വർക്കിലൂടെ ആയിരിക്കാം ചിലപ്പോൾ. ഒന്ന് ആക്ച്വലി ഈ ചോയ്സിലേക്ക് ആൾക്കാർ വരുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ ഓഫീസേഴ്സിനെ കിട്ടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറൊക്കെ 3 ഡിജിറ്റ്സിലാണ് ഓഫീസേഴ്സിനെ ഉണ്ടാക്കുന്നത് 1000 വേക്കൻസീസിലൊക്കെ. നമ്മൾ പറയാൻ അവർക്ക് വിവരമില്ല, കോപ്പി അടിക്കാരാണ്, വെറുതെ പറയുന്നതാ. നമുക്ക് ചുമ്മാ മലയാളിയുടെ ഒരു ടിപ്പിക്കൽ ആറ്റിറ്റ്യൂഡാണ്, അവര് വൃത്തിയിട്ടവരാണ്, പഠിക്കത്തില്ല. നമ്മുടെ ആ ഒരു മോശപ്പെട്ട അവരുടെ പ്രിപ്പറേഷൻ ലെവൽ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഡൽഹിയിലൊക്കെ പഠിക്കുമ്പോൾ അതൊരു ഡിറ്റർമിനേഷന്റെ ഇമ്പാക്റ്റ് ആണ്. മലയാളികളെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഞാൻ ഈ സർക്കിളിൽ എന്നും കാണുന്നതാണ്. മലയാളികളാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഒരു പരിധിക്ക് മുകളിൽ കംഫർട്ട് സോണിനെ പുഷ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. മേ ബി നമ്മുടെ റിയാലിറ്റി അത്രയും ഡയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ അവർ ഏതറ്റം വരെ അവർ പഠിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കാണുന്നതാണ്, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ അവരോടും പറയാറുണ്ട്, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഇവരുടെ കൂടെയാണ്. അപ്പം നമ്മൾ ആ ലെവലിലേക്ക് ഉയരണം. നമ്മൾ 100% ലിറ്ററസി ഉണ്ട്, ഏറ്റവും ഇന്റലിജന്റ് ആണെന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇന്ന് നാളെ ഒരു സാധനം ഒരു വർക്കൗട്ട് കൊടുത്താൽ, ഒരു സംഭവം ചെയ്തു തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സർ കസിന്റെ കല്യാണം വന്നു, എന്തെങ്കിലും ഒരു ഒഴിവ് അത് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടേക്ക് വരും, അവർക്ക് അത് ഓവർകം ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് 1 വർഷം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചാൽ നേടിയെടുക്കാവുന്നത് തന്നെയാണ്. അതെ, അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് അതിന്റെ ഒരു എന്താണ് നമ്മുടെ ആ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. അതിനോടൊപ്പം തന്നെ കാര്യം ഇത്രയും പരന്നു കിടക്കുന്ന ഒരു പാഷൻ പ്രൊഫഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും പല പല മേഖലകളിൽ തുടക്കത്തിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെയുള്ള അർജുന് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലുമുള്ള സഞ്ചരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ കാണാത്ത ഇടങ്ങൾ, ഹിമാചലിലൊക്കെ നിരവധി തവണ, അതൊക്കെ ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കിടക്കുന്ന സാധാരണക്കാരൻ ഈ കണ്ട പടങ്ങളിൽ ചിത്രങ്ങളിൽ മാത്രം കാണുന്ന ഒരു മലയോ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയോ ഒന്നും അല്ല അവിടെ പോയി നേരിട്ട് അനുഭവിക്കുമ്പോൾ. ശരിക്കും അത്തരം അനുഭവങ്ങൾ എങ്ങനെയാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഷേപ്പ് ചെയ്തത്? എന്നെ ഒരു ചെറിയ ചോദ്യം കൂടി ചേർക്കുന്നുണ്ട്. ഏത് പ്രായത്തിലാണ് ഇത്തരം ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു യാത്ര ആരംഭിച്ചത്? അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞല്ലോ മാഡം, ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും രസം, പഠിപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഇരുന്നവരെല്ലാം എന്നെക്കാട്ടും പ്രായമുള്ള ആൾക്കാരാണ്. പക്ഷേ അവരെക്കാട്ടും കുറച്ച് എക്സ്പീരിയൻസ് കൂടുതൽ വർഷം മുന്നേ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിപ്പോ പ്രായത്തെന്ന് വെച്ചാൽ അവര് ലേറ്റായി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ്, ഞാൻ ആക്ച്വലി നേരത്തെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിരുന്നു. അവരെക്കാട്ടും കൂടുതൽ ഈ ഫേസ് ഞാൻ കണ്ടതാണ്. അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ
പക്ഷെ ആ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ടാണ്. അല്ലാതെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതൊന്നും എടുത്തില്ല. അല്ലാതെ അവർക്കറിയാം ഞാൻ അവരെക്കാട്ടും ചെറുതായിരിക്കും എന്നറിയാം. പക്ഷെ ഒരിക്കൽ പോലും ഇന്നേ വരെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലല്ലാതെ അവരെന്നെ പേരെടുത്ത് പോലും വിളിക്കാറില്ല. എല്ലാവരും നല്ല ഇത് തന്നെയാണ്, അവരായിട്ട് നല്ല ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാലത്തൊക്കെ തന്നെ നമ്മൾ പുറത്തായിരുന്നപ്പോൾ യാത്രകൾ ചെയ്തു തുടങ്ങാൻ അങ്ങനെയാണ് ഒരു 23-24 ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോഴൊക്കെ അതിന്റെ പ്രധാനമായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു, പിന്നെ പൈസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയായിരുന്നു ഈ പഠിപ്പിച്ചിട്ട് നമുക്ക് നല്ല പേയ്മെന്റ് പാക്കേജിലെല്ലാം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അതാണ്. അല്ലാതെ ഞാൻ വീട്ടിൽ നിന്നുള്ള പൈസ യാത്ര ചെയ്യും. കാരണം നമ്മൾ ഒരു പ്രൊഫഷൻ ചെയ്തിരുന്നു, അത് നല്ല വെൽ പെയ്ഡ് പ്രൊഫഷനാണ്, പഠിപ്പിക്കുന്നുണ്ട്, നല്ല വെൽ പെയ്ഡ് ആണ് പ്രൊഫഷൻസ്. അപ്പം നമുക്ക് അതിൻ്റെതായ സേവിങ് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം യാത്രകൾ എങ്ങനെ ഷേപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവാത്ത സ്ഥലങ്ങൾ, ഇപ്പോൾ സോ കോൾഡ് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ്, ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കോവളം ബീച്ചും പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറയുന്നല്ലാതെ ട്രിവാൻഡ്രത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ സിറ്റീസിനും അതിൻ്റെ അണ്ടർബെല്ലി ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ വിചാരിക്കാത്ത തലങ്ങളുണ്ട്. ഇപ്പോൾ ഡൽഹി താമസിച്ചിട്ട് ഞാൻ കാണാത്ത എന്തോരം ഡൽഹി ഉണ്ടെന്നറിയോ, നമ്മൾ ഇതുവരെ കാണാത്ത. അപ്പോൾ അങ്ങനത്തെ ഒരു ലിസ്റ്റ് കുറേ വർഷങ്ങളുണ്ട്. ചെറുപ്പത്തിൽ പോയ വർഷങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് പഠിപ്പിക്കാനും പഠിച്ചതൊക്കെ അവിടെ പോയി ഒരു ലോങ് പീരീഡ് ഓഫ് സ്പെല്ല് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പോലെ അപ്പോൾ ഒരു സിറ്റിയിൽ പോകുന്ന സമയത്ത് ഇതുവരെ കാണാത്ത ഏരിയാസ് കണ്ടുപിടിച്ച് വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഡൽഹി തന്നെ നമ്മൾ മുഗൾസിന്റെ ഹിസ്റ്ററിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ചരിത്രം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ കാണാത്ത തരം പുരാണ ദില്ലിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പഴയ സുൽത്താൻമാരുടെ ഒക്കെ. അതൊന്നും ചിലപ്പോൾ പോപ്പുലർ ഇതിൽ വരില്ല. ഇപ്പോൾ ഹിമാചലിൽ പറഞ്ഞു, ഇപ്പോൾ ഹിമാചൽ ഹിമാലയ പോയി, ഞാൻ കശ്മീർ ഹിമാലയസിൽ പോയി, ലഡാക്ക്, കാർഗിൽ, ദ്രാസ് എല്ലായിടത്തും പോയിട്ടുണ്ട് ഞാൻ. അത് ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഈവൻ തണുപ്പ് പോലും വേറെ പോലെയാണ്. ഈവൻ അവിടുത്തെ ഐസിന്റെ ടെക്സ്ചർ വേറെ പോലെയാണ്. ഒരിടത്ത് ഭയങ്കര സ്ലിപ്പറി ആണെങ്കിൽ മറ്റിടത്ത് ഭയങ്കര ചോക്കിഷ് പൗഡറിഷ് ആണ്. അതൊക്കെ ഓരോന്നും വ്യത്യാസമാണ്. നമ്മുടെ ഡ്രസ്സിങ് ഷൂസ് ഒക്കെ വേറെ പോലെയാണ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. ഇതൊന്നും ആദ്യം അറിയില്ല, പോയി പഠിച്ചതാണ്. അവിടുത്തെ ആൾക്കാരുടെ ജീവിക്കുന്നത്, അവിടെ പോയി മൊനാസ്ട്രീസിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഒരു ടെക്നിക്ക് കേട്ടത്. തുമ്മോ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട് അവർക്ക്. ബോഡി ഹീറ്റ് കൂട്ടാൻ പറ്റും, ബോഡിയിൽ നിന്ന് ഹീറ്റ് വരും. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ മൊനാസ്ട്രീസിലുള്ള ആൾക്കാർ ടിബറ്റൻ ഒരു ബുദ്ധിസത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് തുമ്മോ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് അതൊരു ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് ഹീറ്റ് വരും. യോഗ പ്രാക്ടീസ് ആണ്. അതുകൊണ്ടാണ് അവർ -30 ഒക്കെ ബീറ്റ് ചെയ്യുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് 10 കോട്ടൊക്കെ ഇട്ടിട്ടാണ് തെർമൽ പോകുമ്പോൾ അവര് ജസ്റ്റ് ഒരു ചുവന്ന തുണി ചുറ്റി ഈ വിന്ററിൽ സർവൈവ് ചെയ്യുന്നത്. അതൊരു അക്ലമറ്റൈസേഷനും കൂടാണ്. പിന്നെ ഓക്സിജൻ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം തണുപ്പിൽ പോയിട്ട് കുളിക്കാൻ വെള്ളമില്ല, പൈപ്പിൽ വെള്ളം വരത്തില്ലല്ലോ. അതൊരു സർവൈവലും കൂടാണ്. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം. അവിടെയും ജീവിക്കുന്നത് മനുഷ്യർ. അതൊരു എനിക്ക് തോന്നിയത് നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി എനിക്ക്. അതൊന്നും നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ നമ്മൾ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് ഈവൻ ക്ലോസെറ്റിന്റെ വെള്ളം ഫ്രീസ് ആണല്ലോ. ക്ലോസെറ്റിലൊരു വെള്ളം മിനിമം, അത് ഫ്രോസൺ ആണ്. അത് ആദ്യം കുത്തിപ്പൊട്ടി. ഇതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചോളം അതിലും ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നു, ജീവിക്കുന്നു. പിന്നെ അവരുടെ കൾച്ചർ, ഇതൊക്കെ ഞാൻ വളരെയധികം ഒബ്സർവ് ചെയ്തിട്ട് ഹിസ്റ്ററി ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് വരാൻ എനിക്ക് വലിയൊരു യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് ബൈക്കിൽ റൈഡ് ചെയ്യുന്നതല്ല, ബുള്ളറ്റ് റൈഡർ ആണല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 3 ദിവസമൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ പാട്ടൊക്കെ ഇട്ട് യൂഹിച്ചല്ല രാഹി രാഹി എന്നൊക്കെ പറഞ്ഞൊരു ഫീലിൽ പോയി 4-ാം ദിവസം കഴിയുമ്പോൾ ഇത് മുഴുവൻ ഹിമാലയം ഇത് തീരുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോകും. അപ്പൊ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നില്ല അർജുൻ ആദ്യം പോകുമ്പോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും ഇവിടെയൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മളൊരു ഒറ്റയ്ക്കാണെന്നൊരു തോന്നുന്നു. ബൈക്കൊക്കെ ചീത്തയാലും വേറെ ഇഷ്ടം പോലെ റൈഡേഴ്സ് പോകും, നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ടില്ല. ഉണ്ടെങ്കിലും എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങനെ ബൈക്ക് നന്നാക്കാൻ അറിയത്തില്ല. ബുള്ളറ്റിൽ പോകുമ്പോൾ പ്രശ്നം ക്ലച്ച് കേബിൾ പെട്ടെന്ന് പൊട്ടും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ബാക്കപ്പ് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എനിക്കിടറിയില്ല, ആരെങ്കിലും ഒക്കെ സഹായിക്കും. പൊട്ടിയിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വളരെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ GPS വർക്ക് ചെയ്യില്ല, നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് പെട്രോൾ ക്യാരി ചെയ്യേണ്ടി വരും. അതൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഇത്തരം അനുഭവങ്ങൾ നമ്മളെ കുറച്ചും കൂടി ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തെ തന്നെ ഒന്ന് വാർത്തെടുക്കുന്നു തോന്നി നമുക്ക് തോന്നും. അതായത് മേ ബി പ്രായം കൊണ്ട് നമുക്ക് തോന്നില്ല, ഭയങ്കര ഫ്യൂട്ടിലിറ്റിയാണ് ജീവിതം. നമുക്ക് ഇതൊക്കെ ഇവരെയൊക്കെ കണ്ടു തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ നമ്മൾ വെറുതെ ഇങ്ങനെ, ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യം. ആ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഭയങ്കര ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും.
പിന്നെ അവിടെ പോയി മ്യൂസിക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഞാൻ. അതെ അതെ, അത് ഹിമാലയത്തിലെ മ്യൂസീഷ്യൻസ് ഒരുപാട് പേര് വരാറുണ്ട്. കണ്ടിട്ടുണ്ട്. വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. റോഡ് സൈഡിൽ പെർഫോം ചെയ്യുന്ന ചില നോവലുകളിലൂടെ മാത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതെ, അത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ എന്താന്ന് വെച്ചാൽ എനിക്ക് തിരുവനന്തപുരത്ത് ഇവിടെ വന്നിരുന്ന റോഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ കൂടെ വന്ന എല്ലാവരും നമ്മൾ അവിടെ ഒരു ഫ്രണ്ട്സായി നമ്മൾ എല്ലാവരും റോഡിൽ പെർഫോം ചെയ്തു. അവര് ഡ്രമ്മേഴ്സ് ഗിറ്റാറൊക്കെ വായിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വോക്കലും ഡ്രംസ് ഒക്കെ അതൊരു എക്സ്പീരിയൻസ്. അവരാർക്കും നമ്മൾ അറിയില്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റി ആൾക്കാരുടെ കൂടെയൊക്കെ, ഐ മീൻ വിദേശികൾ പെർഫോം ചെയ്തിട്ടുള്ള ഇസ്രായേലിൽ നിന്ന് വന്ന മ്യൂസീഷ്യൻസ് ആണ് അവര് വായിക്കുന്നുണ്ട്. അപ്പൊ അവരും സ്ട്രീറ്റിൽ പെർഫോം ചെയ്തു. അവർ വലിയ ഫേമസ് ഗിറ്റാറിസ്റ്റുകളാണ്. പക്ഷെ ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫിലോസഫിയിൽ പറയില്ലേ, അവൻ ആരാണെന്നും ഞാൻ ആർക്കും ആരെയും അറിയില്ല. അതല്ലേ ശരിക്കും ഏറ്റവും നല്ല സാധനം. അദ്ദേഹം വലിയ ഗിറ്റാറിസ്റ്റ് ആണെന്നോ വലിയ ബാൻഡ് എനിക്കറിയില്ല. മ്യൂസിക് പുള്ളി പാടുന്നു, നമ്മൾ വായിക്കുന്നു, പുള്ളി വായിച്ചു തരുന്നു, പുള്ളി അത് കഴിഞ്ഞ് പോയി. ഇവൻ നമ്പറോ കോണ്ടാക്ട് ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല അല്ലേ. അതതിന്റെ ഒരു ബ്യൂട്ടി ഓഫ്. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ചിലപ്പോൾ വെറുതെ പോകുന്നല്ല, ഇപ്പൊ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുന്നത് വേറൊരു ഫീലാണ്. അങ്ങനെ പോരുന്നല്ല, അങ്ങനെയും പോകണം. ഇടയ്ക്ക് ഇതൊക്കെ പോയി. ഞാൻ അങ്ങനെ എക്സ്ട്രീമിറ്റി വേണമെന്ന് പറയുന്ന ആളൊന്നും അല്ല. എല്ലാം നമ്മൾ സൈറ്റ് സീയിങ് പോയി ഫാമിലി ആയിട്ട് വന്ന് നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ പോയി കണ്ടാലും ഇങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഓഫ് സ്ഥലങ്ങളുണ്ട് വിച്ച് നീഡ്സ് ഓപ്പറേഷൻ. അത് നല്ല രസമാണ് അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ. അല്ല, ഇങ്ങനത്തെ ഇത് ഞാൻ ശരിക്കും പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ ഈ സ്ട്രീറ്റ്സിൽ പെർഫോം ചെയ്യുന്നതൊക്കെ ചിലയിടങ്ങളിൽ നമ്മൾ വീഡിയോസിലൂടെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പലപ്പോഴും അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലൊന്നും പ്രത്യേകിച്ചും ഇല്ല അല്ലേ. എനിക്കൊന്നത് നമ്മുടെ ഒരു കൾച്ചറൽ രീതി വേറെ ആയതുകൊണ്ടാണ്. പണ്ട് തൊട്ട് അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടല്ലോ. അവർ വേറെ പോലെയല്ലേ. മൊത്തത്തിൽ ഹിമാലയാസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഓപ്പൺ സ്പേസ് അല്ലേ. അപ്പോൾ അത്തരം അനുഭവങ്ങളെല്ലാം തന്നെ വായനക്കാർക്ക് വേണ്ടി കുറിച്ചിട്ടുമുണ്ടല്ലോ. ഇത്തരം ഞാൻ ആക്ച്വലി യാത്രാ വിവരണങ്ങൾ ഞാൻ ആക്ച്വലി FWD മാഗസിൻ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി എൻ്റെ ഒരു യാത്രാ സംഭവങ്ങൾ ഈ ഹിമാലയൻ യാത്രയൊക്കെ അവർക്ക് വേണ്ടി എഴുതിയായിരുന്നു ഇംഗ്ലീഷിൽ. അത് എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ യാത്രകളെ കുറിച്ചും അവർക്കൊരു ബ്രീഫ്, അന്നത്തെ ഒരു ബ്രീഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടല്ലോ. മ്യൂസിക് ബാൻഡിന്റെ അതൊക്കെ പിന്നെ പഴയ പോലെ ആക്റ്റീവ് ആക്കുന്നുണ്ട്. അതെ അതെ അതെ. കാര്യം ഈ പറയുന്ന ഈ പഠിപ്പിക്കുന്ന പിള്ളേർ ചോദിക്കും, സാറ് പാട്ടുകാരനായിരുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ഓഫ്ലൈനിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പാടും സെഷൻസ് ഒക്കെ അവസാനിക്കുമ്പോൾ ഇവർക്ക് അറിയാം, ഇവരെങ്കിലും കണ്ടുപിടിച്ചോണ്ടിരും സാറ് പാട്ട് പാടുന്നില്ല. പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ടൊക്കെ പണ്ട് എല്ലാവർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോ ഒരു പാട്ടാവാ അല്ലേ. ഒരു രണ്ടുപേരി രണ്ടല്ല, കുറച്ചായിക്കോളും, കുഴപ്പമില്ല. പ്ലീസ്, ഞാനൊരു ഹിന്ദി പാട്ട് പാടാം. ഒരു ചെറിയ രണ്ടുപേരി പാട്ട് പാടാം. പഴയ മുഹമ്മദ് റഫി ഫാൻ. ഇതൊരു തുടക്കമാണ്. ജസ്റ്റ് ഒന്ന് രണ്ടുപേരി. അപ്പൊ പിന്നീട് സംഗീതം പഠിച്ചില്ലേ അർജുൻ? പിന്നീട് രണ്ട് ലൈഫ് ഭയങ്കര ക്രോസ് റോഡ്സിലായി. ഇപ്പോൾ ഞാൻ ആക്ച്വലി അങ്ങനെയാണ് അതിനെ കാണുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മൾ അക്കാഡമിക്കലി നല്ല പഠിച്ചു വരുന്നൊരു സമയത്ത്, എല്ലാവരും ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കാണുന്നൊരു സമയത്ത്, ഇപ്പോഴത്തെ മ്യൂസിക് വേണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് പെർസ്യൂ ചെയ്യാൻ വളരെ താല്പര്യമായിരുന്നു. മ്യൂസിക്കും റൈറ്റ് അങ്ങനെ ഒരു സംഭവം പെർസ്യൂ ചെയ്യാൻ താല്പര്യമായിരുന്നു. പക്ഷെ എവിടെയോ അത് ഫുൾ പെർസ്യൂ ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം കരിയർ എന്താകും എന്നുള്ളൊരു നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. റിസ്ക് എടുത്തവർ തന്നെയാണ് ലൈഫിൽ സക്സീഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും.